തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന 2 ദിവസം പിന്നിടുമ്പോഴേക്കും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ ചിത്രം വ്യക്തമായി കണക്കുകൾ പുറത്തു വന്നു. ഇതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു ടൈറ്റിൽ ഈ ഒരു അനാലിസിസിന് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, 3500 സീറ്റിലേക്ക് ഉയർന്നു BJP എന്ന്. ശരിയാണ്, 100% ശരിയാണ്, 3500 സീറ്റിലേക്ക് ഉയർന്നു. പക്ഷെ സീറ്റുകൾ നഷ്ടപ്പെടുത്തുകയുമുണ്ടായി. ഇനി കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം അനുസരിച്ച് UDF ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ സീറ്റുകളുടെയും വോട്ടുകളുടെയും ശതമാനത്തിൽ UDFന് 80 സീറ്റ് വരെ ലഭിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. 58 സീറ്റ് വരെ LDFന്, 2 സീറ്റ് വരെ NDAക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ 2 അല്ല, അതിന് മുകളിലേക്ക് പോകും. ആ കണക്കുകളിലേക്ക് നമുക്ക് വരാം. ഞാനത് വിശദമായി തന്നെ നിങ്ങളോട് പറയാം. ഇപ്പോൾ നിലവിൽ ഈ UDFന് തൂത്തുവാരി ചില ജില്ലകൾ വോട്ട് ചെയ്തു എന്നുള്ളതാണ് അവരുടെ ഒരു വോട്ടിംഗ് ശതമാനം ഉയരാനും സീറ്റുകളുടെ നില വർദ്ധിക്കാനും ഇടയാക്കിയത്. അതിൽ തന്നെ മലപ്പുറം, വയനാട്, എറണാകുളം തുടങ്ങിയ ജില്ലകൾ അവർക്കൊരു ക്ലീൻ സ്വീപ്പായിരുന്നു. അതായത് ഒരു തൂത്തുവാരി ഉള്ള ജയമായിരുന്നു. അവിടെയൊക്കെ ഇടതുപക്ഷം തകർന്ന് തരിപ്പണമായി പോയി. അതുപോലെ തന്നെ ഇടുക്കി, പത്തനംതിട്ടയിലാണ് കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. ഇടക്കാലത്തൊക്കെ കുറെ ഡൗൺ ആയി നിന്ന പത്തനംതിട്ടയിൽ കൂടി അവർ വലിയ മുന്നേറ്റം UDF ഉണ്ടാക്കി. ഇത്രയും ജില്ലകളാണ് UDFന് വലിയ വിജയം സമ്മാനിച്ച ജില്ലകൾ. ഈ ജില്ലകളുടെ ഒരു പ്രത്യേകത പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ജില്ലകളിൽ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടർമാർ നിർണായകമായ ജില്ലകൾ തന്നെയാണ്. ഇവിടങ്ങളിലെല്ലാം ഈ 2 വിഭാഗവും ഒറ്റക്കെട്ടായി UDFന് മുന്നിൽ അണിനിരന്നതായി നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും. കോട്ടയത്തും സമാനമായ രീതിയിൽ തന്നെയാണ് ജോസ് കെ മാണിയെ പോലും ഒക്കെ തള്ളിക്കൊണ്ട് ഒരു വലിയ പിന്തുണ UDFന് ഈ വിഭാഗങ്ങൾ നൽകുന്നത് കണ്ടു. അതായത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഏകദേശ പാറ്റേൺ അത് തന്നെയായിരിക്കും. ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി UDFന് മുന്നിൽ അണിനിരക്കാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. എന്നാൽ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള കണ്ണൂർ, കൊല്ലം, തിരുവനന്തപുരം, തൃശൂർ തുടങ്ങിയ പാലക്കാട് തുടങ്ങിയ ഇടങ്ങളിലേക്ക് LDFന് ഒരു മേൽക്കൈ ഉണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടാണ്. പക്ഷെ കോഴിക്കോടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ LDFന് വലിയ അപ്രമാദിത്യം ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ്. അവിടെ കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാതിരുന്ന ഒരു ജില്ലയാണ്. പക്ഷെ അവിടെ നിന്നൊക്കെ കോൺഗ്രസ് കരകയറി വരുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഇതായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ. ഇവിടെ BJP ഏതാണ്ട് ഒരു നിയമസഭാ മണ്ഡലം 100% ഉറപ്പിച്ചു എന്ന് പറയാൻ കഴിയും. അത് നിയമമാണ്. കാരണം അവിടെ 17 വാർഡുകളിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ചില വാർഡുകൾ നേരിയ വോട്ടുകൾക്ക് തോറ്റുപോവുകയും ചെയ്തിട്ടുണ്ട്. 17 വാർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ വാർഡുമായി കോർപ്പറേഷന്റെ വാർഡിനെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. കാരണം കുറച്ചുകൂടി വലിപ്പമുള്ള വാർഡാണ്. അപ്പോൾ ഇത് ഒരു മണ്ഡലത്തിന്റെ ഏകദേശം എല്ലാം തന്നെ ആ വാർഡുകളിൽ വരും എന്നുള്ളതാണ്. മറ്റൊന്നുകൂടിയുണ്ട്, തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലും BJP ഏതാണ്ട് ഒരു 65% വോട്ടിംഗ് ബേസ്മെന്റ്, അതായത് ആ ഒരു ഫൗണ്ടേഷൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി അവർ ഇടുകയുണ്ടായി. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ കേവലം 15,000 വോട്ടിനാണ് പരാജയപ്പെട്ടത്. അതായത് ഒരു 7,500 വോട്ടും കൂടി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നെങ്കിൽ അവിടെ ഫലം മറ്റൊന്നാകുമായിരുന്നു. അവിടെ വീണ്ടും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും വന്നില്ല. വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വ്യത്യാസം വന്നില്ല. അത് മാത്രവുമല്ല, കോർപ്പറേഷൻ ഒന്നടങ്കം BJPക്ക് ഒപ്പം നിൽക്കുന്ന കാഴ്ചയാണ്. ഈ 50 സീറ്റ് BJP ജയിച്ചു എന്ന് പറയുമ്പോഴും നേരിയ വ്യത്യാസത്തിൽ BJP തോറ്റ ചില വാർഡുകൾ കൂടി നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പാർലമെന്റ് മണ്ഡലത്തിലും ജയിച്ച് കയറാം എന്നൊരു സ്ഥിതിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. അതായത് ഒരു ഉറച്ച ചുവടുവെപ്പ് പാർലമെന്റിലും നടത്താൻ കഴിയും. ഇനി BJP ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുത്തിയത് 600 സീറ്റുകളാണ്. അതായത് ഈ സ്ഥാനാർത്ഥികളുടെ നിർത്തുന്നതിലുള്ള അപാകതകള്, കഴിവുള്ള സ്ഥാനാർത്ഥികളെ നിർത്താതിരുന്നത്, പ്രചരണത്തിൽ മുൻപോട്ട് പോകാതിരുന്നത്, കഴിഞ്ഞ 5 വർഷം ജയിച്ച സ്ഥാനാർത്ഥി ആ വാർഡിൽ തിരിഞ്ഞു നോക്കാതിരുന്നത്, ഇതൊക്കെ മൂലമാണ് 600 വാർഡുകളിലാണ് BJP തോറ്റുപോയത്. ഇതിനകത്ത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് വലിയ നീരസം ഉണ്ടായെന്ന് തന്നെയാണ്. കാരണം ഈ വാർഡുകൾ നിലനിർത്തുക എന്നതിൽ ഈ 600 പേർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നടന്നു. ഏതാണ്ട് 2000-നടുത്ത് സീറ്റുകൾ BJPക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ട്. 1500 വാർഡുകളിൽ അവർ 1 വോട്ടിന്, ഇല്ലെങ്കിൽ 2 വോട്ടിന്, 3 വോട്ടിന് ഒക്കെ പരാജയപ്പെട്ട, ഇല്ലായെങ്കിൽ നറുക്കെടുപ്പിലൂടെ അവർ പരാജയപ്പെട്ട, ഈ ആലപ്പുഴ ജില്ലയിലൊക്കെ ചില സ്ഥലങ്ങളിൽ നറുക്കെടുപ്പിലൂടെ BJP സ്ഥാനാർത്ഥി പരാജയപ്പെട്ട ഇടങ്ങളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു 1500 വാർഡുകൾ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് 2000 + 1500 3500 സീറ്റുകളിൽ അവർ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ടെക്നിക്കലി വിജയം 2000 സീറ്റുകളാണ് എങ്കിൽ ഒരു 1500 സീറ്റിൽ അവർ നേരിയ
മാർജിനിൽ തോറ്റുപോയിരിക്കും. 1 വോട്ടിന് 2 വോട്ടിന് ഇല്ലെങ്കിൽ ചിലപ്പോൾ നറുക്കെടുപ്പിലൂടെയൊക്കെ തോറ്റുപോയ 1500 വാർഡുകൾ. അപ്പം 3500. കഴിഞ്ഞ തവണ അവർ വിജയിച്ച പിന്നീട് പരാജയപ്പെട്ട 600 വാർഡുകൾ കൂടി കൂട്ടുമ്പോൾ ഏതാണ്ട് 4100 വാർഡുകൾ, കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർഡുകൾ BJP ശക്തമായ സാന്നിധ്യമാണ് എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ BJPക്ക് ഇത്തവണ നിയമസഭാ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ തന്നെയാണ്. ഇപ്പോൾ നിലവിൽ അവർ 35 നഗര കേന്ദ്രീകൃത നിയോജക മണ്ഡലങ്ങൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യാനാണ് അവരുടെ തീരുമാനം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നേമം, കഴക്കൂട്ടത്തൊക്കെ വലിയ നേട്ടം അവർ കൊയ്തു. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ തുടങ്ങിയ ഇടങ്ങളിൽ, ഒപ്പം തന്നെ കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് എത്തിയ ഇടങ്ങളിൽ, പാർലമെന്റിലൊക്കെ 2ാം സ്ഥാനത്ത് എത്തിയ ഇടങ്ങളിൽ, അങ്ങനെ നോക്കുമ്പോൾ ഒരു 35 നിയമസഭാ മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് BJPയുടെ ഒരു പ്രവർത്തനം ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും സ്ഥാനാർത്ഥികൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കും പല മണ്ഡലങ്ങളിലും എന്നും അറിയാൻ കഴിയുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഒരു പാറ്റേൺ ആയിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പാർട്ടിയും BJP ആയിരുന്നു. അവർ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരു മുഴം മുമ്പേ എറിഞ്ഞുകൊണ്ട് പ്രവർത്തനം നടത്തി. അതിന്റെയൊക്കെ ഫലം ഇതിൽ കാണാൻ കഴിഞ്ഞു. പക്ഷെ വോട്ടിംഗ് ശതമാനം ലോക്സഭയോടൊപ്പം എത്തിക്കാൻ കഴിഞ്ഞില്ല. ലോക്സഭയിൽ 20% BJPയുടെ വോട്ട് ഷെയർ എങ്കിൽ ഇപ്പോഴും അത് 18.8% എത്തി നിൽക്കുന്നു. ഒരുപക്ഷെ മറ്റ് ചില വാർഡുകളിലെ കൂടൊക്കെ കണക്കും ചില കോർപ്പറേഷനിലെ കണക്കൂടൊക്കെ വരുമ്പോൾ എങ്ങനെ പോയാലും 19% അപ്പുറത്തേക്ക് കടക്കാൻ യാതൊരു സാധ്യതയുമില്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം ഇത് മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ മുന്നേറ്റം എന്ന് പറയാൻ കഴിയും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ടാർഗറ്റ് ചെയ്തത് 20% മുകളിലേക്ക് വോട്ട് പിടിക്കുക. അതായത് ലോക്സഭയിൽ അവർക്കുണ്ടായത് 20% നിലനിർത്തുക, ഒപ്പം തന്നെ അതിൽ മുകളിലേക്ക് വോട്ട് പിടിക്കുക. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, തൃശ്ശൂർ പോലും ക്രിസ്തീയ വിഭാഗത്തിന് യാതൊരുവിധ പിന്തുണയും അവർക്ക് കിട്ടിയില്ല. ഈ പൂഞ്ഞാറ് പോലെയുള്ള ചില ഇടങ്ങളിൽ മാത്രമാണ് ഒരു ചെറിയ സപ്പോർട്ട് അവർക്ക് കിട്ടിയത്. ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം ക്രിസ്ത്യൻ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ UDFന്റെ പിന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ്. മറ്റിടങ്ങളിൽ ഹൈന്ദവ വോട്ടുകൾക്ക് ഒരു ഏകീകരണം ഉണ്ടായി. അതിന്റെ ഗുണവും UDFനാണ് ലഭിച്ചത്. കാരണം ഈ ഇടതുപക്ഷത്തോട് എതിർപ്പുള്ള വിഭാഗം BJP ജയിക്കാത്ത ഇടങ്ങളിൽ, അതായത് BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കില്ല എന്ന് തോന്നുന്ന ഇടങ്ങളിലൊക്കെ അവർ UDFന് വോട്ട് ചെയ്തു. ഒരുപക്ഷെ BJP നല്ല സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയും നല്ല രീതിയിൽ പ്രചരണം നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ പല വാർഡുകളും അവർക്ക് ജയിച്ച് കയറാമായിരുന്നു. പല വാർഡുകളിലെ റിസൾട്ട് നോക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് അവർ വിജയിച്ച പല വാർഡുകളും പല ബ്ലോക്കുകളും ഇത്തവണ ഉണ്ടായി. ബ്ലോക്കിലൊക്കെ അവർ 54 സീറ്റിനടുത്ത് നേടിയിട്ടുണ്ട്. ഏതായാലും വലിയ വിജയം തന്നെയെന്ന് പറയേണ്ടി വരും. ഏതായാലും ഇതാണ് ഇപ്പോഴത്തെ കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും പുതിയ കണക്കാണ്. ഇതാണ് BJPയുടെ ലേറ്റസ്റ്റ് കണക്ക്. ഏതാണ്ട് 3500 വാർഡുകളിൽ അവർ വ്യക്തമായ നിർണായകമായ സ്ഥാനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. 2000 വാർഡുകളിൽ അടുത്ത് ജയിച്ചിരിക്കുന്നു. 1500 വാർഡുകളിൽ 1, 2, 3 വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ അവർ ജയിച്ചിട്ടും പിന്നീട് കളഞ്ഞു വിളിച്ചിട്ട് 600 വാർഡ് കൂടി ചേർക്കുമ്പോൾ 4100 വാർഡിൽ അവർ വലിയ മേൽക്കൈ. ഇതൊരു ചെറിയ കാര്യമല്ല BJPയെ സംബന്ധിച്ച്. കാരണം 23,000 പരം ഈ തദ്ദേശ സീറ്റുകൾ ഉള്ളിടത്ത് ഈ ഒരു മാർജിനിലേക്ക് അവർ എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, വലിയ നേട്ടം തന്നെ എന്ന് പറയേണ്ടി വരും. പക്ഷെ ടെക്നിക്കലി നോക്കുമ്പോൾ ആ നേട്ടം കാണുന്നില്ല എന്ന് മാത്രമാണുള്ളത്. പക്ഷെ അത് കാണാതിരിക്കാനും കഴിയില്ല. കാരണം ഈ 1 വോട്ടിന് 2 വോട്ടിനൊക്കെ തോറ്റുപോയതൊന്നും ഒരു തോൽവിയായിട്ട് BJPയെ സംബന്ധിച്ച് കരുതാൻ കഴിയില്ല. കാരണം അവർ ആ നിലയിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില ഇടങ്ങളിലൊക്കെ നറുക്കെടുപ്പിലൂടെയും മറ്റുമൊക്കെ അവർക്ക് സ്ഥാനം നഷ്ടമായിട്ടുണ്ട്. അതുമൊക്കെ നമുക്ക് വിജയത്തിന്റെ കൂട്ടത്തിൽ തന്നെ കൂട്ടാവുന്നതാണ്. പക്ഷെ അത് ടെക്നിക്കലി അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് മുസ്ലിം പോയിന്റ് എന്ന്. നമസ്കാരം.